പുതുവർഷം പിറന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ വലിയ അട്ടിമറികൾ തന്നെയാണ് ഈ 2025 നടക്കാൻ പോകുന്നതെന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് നിലവിൽ അവിടെ മഹായുതി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നിരിക്കുന്നു. അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ MVA തകർന്ന് തരിപ്പണമായിരിക്കുന്ന സിറ്റുവേഷനിൽ ഇനി ഈ പറയുന്ന പ്രതിപക്ഷം പോലും ഇല്ലാത്ത ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന ഉദ്ധവ് ശിവസേന പക്ഷത്തിൻ്റെ ഒരു നീക്കം എന്താണ് എന്നുള്ള ചോദ്യം അവിടെ വളരെ വലിയ തോതിൽ നിലനിൽക്കുന്നുണ്ട്. അതിന് ഏറ്റവും വലിയൊരു സൂചന തന്നെ ഇപ്പോൾ പുതുവത്സരമായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം ദേവേന്ദ്ര ഫട്നാവിസിനെ അഭിനന്ദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് പറയുന്നത് BJPയുടെയോ NDAയുടെയോ നേതാക്കളല്ല, ഉദ്ധവ് താക്കറെയുടെ ക്യാമ്പാണ് ഈ പറയുന്നത്. ദേവേന്ദ്ര ഫട്നാവിസിന്, അതായത് BJP മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ശിവസേന. പുതുവർഷത്തിൽ മഹാരാഷ്ട്രയിൽ എന്തെങ്കിലും വലിയ കളി നടക്കുമോ, എന്തെങ്കിലും വലിയ തരത്തിലുള്ള നീക്കം നടക്കുമോ എന്നത് വ്യക്തമാകുന്ന തരത്തിലുള്ള ഇപ്പോൾ ഒരു വലിയ തരം സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് താക്കറെയുടെ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംനയിൽ എഡിറ്റോറിയൽ എഴുതിയതിനാലാണ് ഈ ചോദ്യം വളരെ വലിയ തോതിൽ ഉന്നയിക്കപ്പെടുന്നത്. ഇതിലെ മിക്കവാറും എല്ലാ ഖണ്ഡികകളിലും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പുകഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവമെന്ന് പറയുന്നത്. ഒരു ദിവസം മുമ്പ് ഏക്നാഥ് ഷിൻഡെയെ വിമർശിച്ചതിന് ശേഷം അടുത്ത ദിവസം ഉദ്ധവ് താക്കറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രശംസിക്കുകയായിരുന്നു. അത് ഉദ്ധവ് നേരിട്ടല്ല, അദ്ദേഹത്തിന്റെ പാർട്ടി മുഖപത്രമായിട്ടുള്ള സാംനയിൽ ദേവേന്ദ്രനെ പ്രകീർത്തിച്ചുകൊണ്ട് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ദേവ് അഭിനന്ദനങ്ങൾ. മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന് പുതുവർഷത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നും ഇതിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് ഗഡ്ചിറോളി ജില്ലയാണെന്നും ക്യാബിനറ്റിലെ പല മുഖ്യമന്ത്രിമാരും ലാഭകരമായ വകുപ്പുകളും പ്രത്യേക ജില്ലകളുടെയും സംരക്ഷക മന്ത്രിസ്ഥാനം നേടുന്നതിൽ ഉറച്ചു നിൽക്കുമ്പോൾ മുഖ്യമന്ത്രി ഫട്നാവിസ് ഗഡ്ചിറോളിയിലെത്തി ആ നക്സൽ ബാധിത ജില്ലയിൽ വികസനത്തിന്റെ പുതിയ ഉത്സവത്തിന് തുടക്കമിട്ടു എന്നുള്ളതും സമാന ലേഖനത്തിലെ ഓരോ വരിയും ചില സന്ദേശം നൽകുന്നതായി തോന്നുന്നു. ആരും ഒന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഈ മാറിയ മൂഡ് വലിയ സൂചനയാണ് ഇപ്പോൾ നൽകുന്നത്. ദേവേന്ദ്ര ഫട്നാവിസിനെ ഞങ്ങൾ അഭിനന്ദിച്ചതായി സഞ്ജയ് റാവത്ത് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ശരിക്കും അഭിനന്ദിച്ചത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യവും അത് സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആ ഒരു ഉത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ശിവസേനയുടെ ഭാഗത്ത് നിന്നും വന്നിരിക്കുന്നത്. പ്രതിപക്ഷത്താണെങ്കിലും മഹാരാഷ്ട്ര നമ്മുടെ സംസ്ഥാനമാണെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ മഹാരാഷ്ട്രയിൽ വീണ്ടും വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. ശരിക്കും ഈ ഒരു ലേഖനം അത് വളരെ വലിയൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതായത് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം വീണ്ടും BJPയിലേക്ക് അടുക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു സൂചന തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പുതുവർഷത്തിൽ തന്നെയും ഈ പറയുന്ന തരത്തിൽ താക്കറയ്ക്ക് തിരിച്ചടിയാവുന്ന തരത്തിലായിരുന്നു സംഭവങ്ങൾ അവിടെ അരങ്ങേറിയത്. അതായത് ഏകദേശം 5ഓളം മുൻ കോർപ്പറേറ്റർ BJPയിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് ഉദ്ധവ് താക്കറെക്ക് തിരിച്ചടിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെയും ഇപ്പോൾ അടുത്ത ഒരു കാര്യം വന്നിരിക്കുന്നത് ശിവസേന ഈ പറയുന്ന തരത്തിൽ BJPയെ പുകഴ്ത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസിനെ പുകഴ്ത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ ശിവസേനയുടെ മുഖപത്രമായിട്ടുള്ള സാംനയിൽ തന്നെ എഡിറ്റോറിയൽ എഴുതിയതിനാലാണ് ഈ ഒരു വലിയ തരത്തിലുള്ള കാര്യം ഉറപ്പാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്തായാലും അവിടെ ഈ പറയുന്ന തരത്തിൽ MVA തകർച്ചയുടെ വക്കിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് എന്തായാലും ഇനി അങ്ങോട്ടുള്ള നാളുകൾ അവിടെ വളരെ വലിയ തോതിലുള്ള അട്ടിമറികൾ പ്രതീക്ഷിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഉദ്ധവും ശിവസേനയും മെല്ലെ മെല്ലെ BJPയിലേക്ക് അടുക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ ഉറപ്പാക്കുന്നത് എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടികൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനോടൊപ്പം തന്നെ ഉദ്ധവ് താക്കറെ ഇങ്ങനെ ഒരു നീക്കം ദേവേന്ദ്ര ഫട്നാവിസിനെ നേരിട്ട് പോയി കണ്ട് അഭിനന്ദിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ലേഖനം പുറത്തിറക്കുന്നതും തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലെ രഹസ്യമെന്ന് പറയുന്നതും BJPയിലേക്ക് അടുക്കാനായിട്ടുള്ള ആ ഒരു പാലമാണോ ഇതെന്നുള്ളതും വളരെ വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അവിടെ എല്ലാ അർത്ഥത്തിലും BJP സകല മേഖലകളും പിടിച്ചടക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. പ്രതിപക്ഷത്തെ എല്ലാ തരത്തിലും ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും BJPക്കൊപ്പം ഉദ്ധവ് ശിവസേന പക്ഷം ഒരുമിക്കുന്ന തരത്തിലോട്ടാണ് ഈ കാര്യങ്ങളുടെ ഒരു പോക്ക് വ്യക്തമാകുന്നത്. അത് എത്രത്തോളം അല്ലെങ്കിൽ എത്ര വേഗത്തിൽ അത് നടപ്പാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്.